വെഡിങ് ആൽബം അൺബോക്സിംഗ് ആണ് guys. ഇന്നലെയാണ് ഞങ്ങള് ചട്ടമ്പീസിന്റെ കൂടെ പോയപ്പോ ഉള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോ നമ്മൾക്ക് ഇന്നലെ അവിടെ പോയപ്പോഴാണ് നമ്മുടെ വെഡിങ് ആൽബവും വെഡിങ് വീഡിയോയും അങ്ങനെ എല്ലാം കലണ്ടറാണ് കുറെ സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ തുറന്നു നോക്കിയില്ല. എല്ലാവരും ഒരുമിച്ച് ഇപ്പോഴാണ് ഗൈസ് നമ്മളത് കിട്ടിയിട്ട് ഇപ്പൊ 2 ദിവസമായി. അച്ചുക്കായ വെയിറ്റ് ചെയ്തിരുന്നാണ്. പക്ഷെ അച്ചുക്ക് ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. അച്ചുക്കായ മിസ് ചെയ്യുമെന്ന് പറയാൻ പറഞ്ഞു. അതെ, അതുകൊണ്ട് അച്ചു വരാൻ പറ്റത്തില്ല. കാരണം നാളെ ഫസ്റ്റിനെ പോവുകയാണ്. നാളെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുക. അപ്പൊ ശനി ഞായറും ഫസ്റ്റിനെ ഇല്ല. അതെ, അപ്പൊ പിന്നെ ഇന്ന് രാത്രി ഇവനിപ്പോ ഉറക്കത്തിൽ നിന്ന് വിളിച്ചാണ് നമ്മൾ ഇതെല്ലാം. അതെ, ഇവരെല്ലാരും ഉറക്കം തൂങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഞാനും പുറത്തു പോയിട്ട് വന്നേ ഉള്ളൂ. അതെ, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ആക്റ്റീവ് ആണ്. പക്ഷെ നമുക്ക് ഇന്ന് അത് അൺബോക്സ് ചെയ്തേ പറ്റൂ. കാരണം വന്നിട്ട് കുറെ ദിവസമായി. സോ നമുക്കത് അങ്ങോട്ട് എടുത്താലോ? ഇത് ഇപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. ഇവർ രണ്ടുപേരും ഓൾറെഡി ജസ്റ്റ് പുറമൊക്കെ ഒന്ന് കണ്ട്. ഇല്ല, ഞാൻ കണ്ടില്ല. നമുക്ക് ഇതിന്റെ പുറം തന്നെ ചെക്ക് ചെയ്യാം. നോക്കൂ ഗൈസ്, ഭയങ്കര ഒരു മെറ്റാലിക് ഫിനിഷോട് കൂടി അവരുടെ നമ്മുടെ കല്യാണ കമ്പനി. ഇതാണ് നമ്മുടെ വെഡിങ് ആൽബം. ലോക്കൊക്കെ ഉണ്ട്. അപ്പൊ ലോക്ക് അടിച്ച് ഇതാണ് നമുക്ക് ഇങ്ങനെ പിടിക്കാം. കണ്ടോ, ഇത് ഫോട്ടോ ഫ്രെയിം ആണ് ഗൈസ്. അപ്പൊ നമുക്ക് ഇത് ലാസ്റ്റ് പൊട്ടിക്കാം. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഓപ്പൺ ചെയ്താൽ ഞാൻ ഫ്രണ്ട് പേജ് മാത്രം കണ്ടിട്ടുള്ളൂ കേട്ടോ. നല്ല മണമുണ്ട്. സുന്ദരിയായിട്ടിരിക്കുന്നു. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഒരേ ഫോട്ടോ നമുക്ക് അനുഭവിച്ചറിയാൻ വേണ്ടി. ഇത് ഞാൻ കണ്ടില്ലായിരുന്നു. ഇങ്ങോട്ടിരുന്നാലും ഒരേ ഫോട്ടോ. ഓ, അച്ചുകുട്ടൻ വീണ്ടും നമ്മൾ അച്ചുകുട്ടനെ മിസ് ചെയ്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ നിക്കാഹിന്റെ ആണ് കേട്ടോ. ഇത് വെഡിങ് അല്ല, നിക്കാഹാണ്. ഇവിടെ വന്ന് ഞാനൊന്ന് നിങ്ങള് ഇതിനകത്തൊന്നും ഫിംഗർ വെക്കരുത് കേട്ടോ. അധികം ഫിംഗർ പ്രിന്റുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരാൾ മാത്രം നമ്മുടെ ഫോട്ടോ എന്റെ കൊല കണ്ടോ. നിങ്ങളൊന്നും എന്താ നിക്കാഹിന് റെഡി ആവുമായിരുന്നു? അറിയില്ലായിരുന്നു ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫർ അറിയില്ലായിരുന്നു. നമ്മൾ പെട്ടെന്ന് വിളിച്ച് ഒരുക്കാനുള്ള ഇതിലായിരുന്നു. അലീനൊക്കെ ടീഷർട്ടൊക്കെ വീട്ടിൽ ഇടുന്ന ഡ്രസ്സാണ് എല്ലാരും. അല്ലെ ഉമ്മി ഒരുങ്ങി ഇപ്പൊ എന്താണ് നൈറ്റിലൂടെ ഷോർട്ടൊക്കെ ഉമ്മി ഒരുങ്ങിയിരിക്കുന്ന പോലെ അല്ലേ തോന്നുന്നത്? ഫോട്ടോ കൊള്ളാം കേട്ടോ. എന്റെ റെസൊല്യൂഷൻ കണ്ടോ നിങ്ങള്? നല്ല കളറുണ്ട്, നല്ല കളർഫുൾ ആണ്. നല്ല റെസൊല്യൂഷൻ, ജീവനുള്ള ഫോട്ടോ പോലെ ഇല്ലേ? എനിക്കത് ഫീൽ ചെയ്ത് നല്ല ജീവനുള്ള ഫോട്ടോ പോലെ ഉണ്ട് എല്ലാം. കല്യാണ കമ്പനി എന്റെ വരട്ടെ, എന്നിട്ട് ഞാൻ ഓ എന്റെ മോനെ പ്രീമിയം. എന്റെ മോനെ ഇത് ആരിത്? താങ്ക്സ് ടു സ്പെഷ്യൽ താങ്ക്സ് ടു ഇസ്മായിൽ. ഇസ്മായിലിന്റെ ലെക്സസ്. ഇത് നിന്റെ ഫാൻസ്. അതെന്റെ ഫാൻസ് കണ്ടോ? ഫാൻസിന് വരുന്നുണ്ട്. എന്റെ പൊന്നെ, മാസ്റ്റർ ഓഫ് ദ മാസ്. ഇപ്പൊ ഇതെല്ലാം അവർ നമ്മളെ നിക്കാഹിന്റെ സമയത്ത് അവർ പള്ളിയിൽ കയറ്റിയില്ല ഫോട്ടോഗ്രാഫറിനെ. സോ വീഡിയോയിൽ നിന്നും അവർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാണ് ഗൈസ്. ഗൈസ് ഇതാണ് എന്റെ വാപ്പിച്ചി ഗൈസ്. ഇതാണ് എന്റെ വാപ്പിച്ചി. എന്റെ പൊന്നെ, വീണ്ടും ഇതാണ് നമ്മുടെ നുജും ബ്രോ, നമ്മുടെ ബ്രോ ബ്യൂട്ടിയുടെ ഉടമസ്ഥൻ. നമുക്ക് എല്ലാം അടിപൊളിയാക്കി. ഇങ്ങനെ ഇരുന്ന എന്നെ ഇങ്ങനെയാക്കി ഗൈസ്. അതല്ലേ പൊളിയാക്കി. നോക്ക എന്റെ പോയ ഏതോ സിനിമ നടൻ. എനിക്ക് തന്നെ ഇത് കണ്ടിട്ട് രോമാഞ്ചം വരുന്നു. എന്താണ് കണ്ട ഏതോ മാഗസിൻ തുറന്ന പോലെ ഇല്ലേ? ഏതോ ഭയങ്കര വലിയ ഇംഗ്ലീഷ് മാഗസിൻ തുറന്ന പോലെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നോക്കെ എന്റെ ഞാനും ആദ്യമായിട്ടാണല്ലോ ഞാനും ആദ്യമായിട്ട് തുറന്ന് കാണുന്നത്. ഞങ്ങൾ ആരും ഗൈസ് നമ്മൾ ഇത്രയും നാള് നമ്മുടെ എല്ലാവരുടെയും ഫേസിലെ റിയാക്ഷൻ കിട്ടാൻ വേണ്ടി ബെസ്റ്റ് ഫ്രണ്ട് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഗൈസ്. സാറ കാണിക്കട്ടെ. വാപ്പച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടും ഫസ്നയുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഇതാണ് എന്നെ മേക്കപ്പ് ചെയ്ത, എന്റെ തലേന്നൊക്കെ മേക്കപ്പ് ചെയ്ത സപ്പൂസ്. റെന്റൽ മേക്കപ്പ് മാത്രല്ല, എന്റെ കല്യാണത്തിന്റെ എല്ലാ ജ്വല്ലറി മേക്കപ്പ് എല്ലാം സപ്പൂസ് ആയിരുന്നു ഗൈസ്. പിന്നെ നിലാസ, നമ്മള്
ലോങ് വീഡിയോ ഇട്ടപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് ഹെയർ ചെയ്തതും ഫേസ് മേക്കപ്പ് ചെയ്തത് ഫേഷ്യൽ ചെയ്തത് എല്ലാം നിലാസയിലായിരുന്നു ഗൈസ്. അതിന്റെയൊക്കെ ഓണർ അറിഞ്ഞു. സിയാദൊക്കെ നമ്മുടെ നെസ്നിതയുടെ ഹസ്ബൻഡ് ആണ് ഗൈസ്. നെസ്നിത സിയാദ് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത അച്ചിക്കുട്ടനുണ്ട്. നല്ലൊരു എൻട്രി എല്ലാരും റോയൽ ലുക്കിലേക്ക് വൈറ്റ് ഫോർട്ടിന്റെ ആ റോയാലിറ്റി മൊത്തം ഇതിനകത്ത് കാണാൻ. കണ്ട നിങ്ങൾ ഇവിടെ എത്തിയില്ലല്ലോ, ഇവിടെ വന്നില്ലായിരുന്നില്ല. കണ്ടോ ഒരു രാജകീയ തനിമ. ഈ ആൽബത്തിൽ കുറെ ഉണ്ടോ ഗ്ലോസി, മാറ്റ് ഫിനിഷ്, ട്യൂബ് ലൈറ്റ്. അപ്പൊ ഇതിനകത്ത് ഇത് അവരെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് മാറ്റ് പലതും ചെയ്തിട്ടുണ്ട് ഇവര്. അപ്പൊ എല്ലാം മിക്സ് ചെയ്ത് നമ്മുടെ ഇത് ഗ്ലോസി കണ്ടോ. ഞാൻ വന്നിരിക്കുന്നു. ഗൈസ് എന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് നോക്ക് ഗൈസ്. സ്റ്റേജിലേക്ക് കേറുമ്പോഴുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് നോക്ക് ഗൈസ്. ഞാൻ ഓളമൻ എത്തി മക്കളെ. നെസ്നി, തസ്നി, നെസ്നി ഇത് ഫർഹാന. അച്ചുകുട്ടൻ മറ്റേ അച്ചുകുട്ടൻ ഇടയ്ക്ക് സ്കോർ എന്റെ ആ ഒരു സന്തോഷമായി. സാധാരണ ഗ്രൂപ്പാണ് കരയുന്നത്. ഞാൻ സൈഡ് ചെയ്തവിടെ കരയായിരുന്നു ഒരുമിച്ച് കരയുന്നത്. ഇത്ര നല്ലൊരു നാത്തുവിനെ കിട്ടുന്നില്ല. അപ്പോഴത്തേക്ക് അസർക്കാരൻ കണ്ണൊക്കെ ഇങ്ങനെ ചുമന്ന് ഫുൾ ഇതായിരുന്നു അവിടെ. ഞാനാണെ വിഷമിച്ചിട്ട് പുറകിലോട്ടൊക്കെ ഇരട്ടി വിഷമമായി. ഞാൻ ഇങ്ങനെ വിഷമം എല്ലായിടത്തും നിന്ന് മാറ്റാൻ വേണ്ടി തിരിഞ്ഞത്. അപ്പൊ നമ്മുടെ ഷുഗർ ഫിൽസിന്റെ നമ്മുടെ പെങ്ങന്മാരെല്ലാം ഓരോ ഷുഗർ ഫിൽസിന്റെ പെട്ടി കേട്ടോ. എല്ലാ പെങ്ങന്മാരും ഇത് 1, 2, 3, 4. ഇനി അലീന ഇല്ല. അലീനയൊക്കെ അടുത്ത പേജിലുണ്ട്. വീണ്ടും രാജാവിന്റെ അഗ്നിയും. ഇതൊക്കെ കണ്ട, ഇതൊക്കെ ജീവനുള്ള പോലെ 3D എഫക്ട്. ആ സീരിയസ് ആയിട്ടല്ലേ നിങ്ങൾ പറയുന്നത്? എന്നുവെച്ചാല് ഞങ്ങള് രണ്ടുപേരും സെയിം സ്ഥലത്താ മേക്കപ്പ് ചെയ്തത്. രണ്ടുപേരും ഞങ്ങൾ സെയിം ഹോട്ടലിലാ മേക്കപ്പ് ചെയ്തിരുന്നേ. അതുകൊണ്ട് ഞങ്ങക്ക് കുറെ നല്ല അടിപൊളി ഫോട്ടോസ് അവിടെ വെച്ച് തന്നെ കിട്ടി. ആ ഹോട്ടലിന്റെ ലോബി അങ്ങനെയാ സെറ്റ് ചെയ്തിരിക്കുന്നത്. റോയൽ ഇതെല്ലാം കിട്ടി. ഇപ്പൊ മറിക്കാനുള്ള ഫോട്ടോസ് ഉണ്ട്. അവിടെ അച്ചുകുട്ടൻ, അവിടെ അച്ചുകുട്ടൻ സൈഡിൽ അച്ചുകുട്ടൻ ബ്ലർ അച്ചുകുട്ടൻ. ഇത് കല്യാണ ദിവസമാണ്. അല്ല സാറ്റിസ്ഫൈഡ് അല്ലേ? പകുതി ആയപ്പോ തന്നെ സൂപ്പർ സാറ്റിസ്ഫൈഡ് ആയി. ഞാനും സാറ്റിസ്ഫൈഡ് ആയി. ഇതൊക്കെ ഒരു പ്രീമിയം ടച്ച് താലികെട്ടാണ്. താലികെട്ട് എനിക്ക് കണ്ണില് കാണുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അത്രയും ലൈവാണ് ഈ ഫോട്ടോസ്. ഭയങ്കര ഫിനിഷിങ്. എന്റെ നാത്തിന് എനിക്ക് താലി കെട്ടിച്ചേരുന്ന കേസ്. വാപ്പുമ്മ എവിടെ? വാപ്പുമ്മാനെ കാണുമല്ലോ. ഇതിനകത്തൊക്കെ ഇടയ്ക്ക് കോട്സുകളും ഉണ്ട്. അതൊക്കെ നിങ്ങൾ വായിക്കുന്നുണ്ടോ? ഇതാണ് മാല ഇടുന്ന ചടങ്ങ്. താലി കെട്ടുന്നു. താലി താലി കെട്ടുന്ന മ്യൂസിക്. ഐ ലവ് ഗ്ലോയിങ്. ഇത് വള ഇട്ട് കൊടുക്കുന്ന ചടങ്ങ്. വള ഇട്ട് തന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും കാണുമ്പോഴേ അന്നൊന്നും എന്ന് വെച്ചാൽ 4 മണിക്കായിരുന്നു ഗൈസ് കല്യാണം. ഇവര് ഇവിടുന്ന് വന്നപ്പോ ബ്ലോക്ക് ഒക്കെ കാരണം നല്ല ലേറ്റ് ആയി. അപ്പൊ ഇതൊക്കെ വൈകുന്നേരമായിരുന്നു. അതുകൊണ്ട് എല്ലാം ചെറുപ്പറായിരുന്നു. ഞങ്ങൾ 3 പേരും മാത്രമുള്ളൊരു ഫ്രെയിം. ഫോട്ടോയിലല്ലത്. അത് നമ്മള് ഫുള്ള് അത് അവര് ചെറിയ ചെറിയ പിക്കാട്ട് തന്ന. ഇതിപ്പോ നല്ല സൂപ്പർ ആയിട്ട് ഓർണമെന്റ്സിന്റെ ഒക്കെ പരസ്യത്തിലിരിക്കല അതാണ് കൊള്ള ലുക്ക്. അത് ചെരുപ്പ് വരെ റോയൽ തന്നെ. ഫുൾ റോയൽ ലുക്കാണ് ഞങ്ങൾ പിടിച്ചത്. 300 രൂപ രൂപയ്ക്ക് മേടിച്ചൊക്കെ ഒന്നും നോക്കിയില്ല. കാശൊക്കെ ഇനി നമ്മുടെ ഫ്രണ്ട്സും
അസർക്കാരുടെ ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട്സ്, കല്യാണം കിടിലമാക്കി കൊടുത്ത ഫ്രണ്ട്സ്. എന്റെ കൂടെ നിന്ന് കല്യാണം റിസപ്ഷൻ എപ്പോഴും നിഴൽ പോലെ നിന്ന എന്റെ ഫ്രണ്ട്സ് ആണ് ഗൈസ് ഇവർ ഇത്രയും പേര്. ഇതാണ് ഗൈസ് ഇസ്മായിൽ, ഇത് അബിയാസ്, നിക്കാനും വന്നില്ല കേട്ടോ. ഇത് സെയ്ദക്ക, ഇത് അറിയത്തില്ല കേട്ടോ. ഇത് എന്താ ഇത് മാസ്റ്റർ. ഓ ബാംഗ്ലൂരിന്ന് ഗൈസ് കല്യാണത്തിന് ഫസ്റ്റ് വന്നത് ഇവരാ. അത് ഫ്ലൈറ്റില് ബാംഗ്ലൂരിന്ന് വന്നു. ഇവരൊക്കെ മുന്നേ വന്നു. ഫസ്റ്റ് വന്നു സുഷമ ശങ്കർ. നമുക്ക് കംഫർട്ടും ബെഡ്ഷീറ്റും ഒക്കെ ആയിട്ട് വന്നു സുഷമാജി. ഞങ്ങൾ എംഇസിന്റെ ആളുകളാണ് മേലെ ഏറ്റവും മേലെ നിൽക്കുന്നത്. നമ്മുടെ AR ആർക്കിടെക്ട്സ് ഫേമിന്ന് വന്ന ആൾക്കാരാണ് guys. അവരും ഈ പറയുന്ന പോലെ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്ത് അസറുടെ എന്റെ ആ ഒരു മാജിക് മൊമെന്റ് കാണാൻ വേണ്ടിട്ട് അവർ അത്രയും വെയിറ്റ് ഇവര് നമ്മുടെ ആൽബത്തിൽ ഉൾപ്പെടുത്തുന്ന മെയിൻ റീസൺ നമ്മുടെ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച വ്യക്തികളാണ് ഇവരെല്ലാം. അതെ, ഏറ്റവും ബോസാണ് ഏറ്റവും വലിയ പങ്ക് വഹിച്ചത്. സാർ അത്രയും തിരക്കുണ്ടായിട്ട് അത്രയും നേരം അച്ചുകുട്ടന്റെ കൂട്ടുകാരൻ നമ്മൾ വെറുതെ വിട്ടില്ല, അവരെ നമ്മൾ ആഡ് ചെയ്തു, അതും വലുതായിട്ട് തന്നെ. ഫസ്നയുടെ ബ്രദറാണ് ഫാമിലി. ഇത് ആമിയാണ് ഗൈസ്, എല്ലാരും കണ്ടിട്ടുണ്ടല്ലോ വീഡിയോയില്. ഇതെന്റെ ബ്രദറിന്റെ വൈഫ്. ഇത് അസറുവിന്റെ ഫ്രണ്ട് ആണ് ഗൈസ്, എന്റെ കൂട്ടുകാരി ആമിനെയും ഫാമിലി. ഇതാണ് വാപ്പച്ചിയും MES അംഗങ്ങളോ. MESന്റെ ഫസ്റ്റ് എന്ത് ചെയ്യും അതുകൊണ്ടോ. ഇത് നമ്മുടെ കസിൻസ്, അനിയത്തിയും മാമയുടെ മോള്, കൊച്ചുമാടെ മോന്, പിന്നെ മരുമോളുടെ ചേട്ടത്തി. ഇതിൽ നമ്മുടെ ഫാത്തിമ മിസ്സാണ് ഗൈസ്. ഫാത്തിമക്ക് എക്സാം ആയിരുന്നു. ഫാത്തിമ വന്നില്ല. ഫാത്തിമ റിസപ്ഷൻ ആണ് വന്നത്. ഫാത്തിമയും അക്കൂക്കായും രണ്ടുപേരും മിസ്സിംഗ് ആയിരുന്നു നമ്മുടെ കസിൻസ്. ഓ നമ്മുടെ ചട്ടമ്പി സ്ക്വാഡാണ്. അതെ, ബാബിക്ക് അനീഷും ആനിയും കൂടെ ഒരുമിച്ച് അവരും വൈകുന്നേരം വരെ ഞങ്ങൾ ഇറങ്ങുന്ന വരെ അവരും വെയിറ്റ് ചെയ്ത്. ഇല്ല, ഇത് നമ്മുടെ ക്യാമറ ടീമും പിന്നെ ഇതാണ് നമ്മുടെ എല്ലാമായ പോപ്പി ചട്ടമ്പി, നമ്മുടെ അനീഷും പിന്നെ നമ്മുടെ ജോഷിയും പിന്നെ നമ്മുടെ യൂട്യൂബ് വഴി കിട്ടിയ സുഹൃത്തുക്കളെ നിയാസുക്കായും. ഇത് അശ്വിൻ മാടമ്പള്ളി. പിന്നെ ഇത് ക്യാപ് ഡിസൈൻസ്. ഇത് അബിൻ. ഇത് വലിയ അബിൻ. ഇത് കൊച്ചബിൻ. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഫസ്നാടെ വാപ്പച്ചിയും അമ്മയും. ഇതെന്റെ ഉമ്മയും ഇതെന്റെ വാപ്പയാണ് ഗൈസ്. വാപ്പച്ചിക്ക് സ്റ്റേജിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മള് താഴെ നിർത്തി. വാപ്പച്ചിക്ക് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ താഴെ. പക്ഷെ നമുക്ക് ആ ഒരു ഫീൽ ഇതിൽ കിട്ടുന്നില്ല. അതാണ് അവരുടെ ഒരു സ്റ്റേജിൽ നിന്ന് എടുക്കുന്ന കണക്ക് തന്നെ ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് തന്നെ അവരെ ചെയ്തിരിക്കുന്നത്. കരുനാഗപ്പള്ളിയിലെ ഫാമിലി. അക്കുമോൾ വല്യമ്മയുടെ ഫാമിലി. വല്യമ്മയുടെ ഫാമിലിയാണ് ഇത്. ഉമ്മയുടെ ഫാമിലിയും നമ്മളും. ഓ വാപ്പു, ഇത് നമ്മുടെ വാപ്പച്ചിയുടെ ഫാമിലി, ഞങ്ങളുടെ കുടുംബം. ഓ ഇത് നമ്മളുടെ ഫാമിലി. പോകുന്ന സന്തോഷത്തിൽ ഇരിക്കുന്നല്ലേ ഞാൻ. അപ്പൊ എല്ലാവരും അവിടെ ഇരുന്നിട്ട് എടി പേരിനെങ്കിലും ഒന്ന് കരയടി പ്ലീസ്, എടി ഒന്ന് കരയടി എന്ന് പറയുന്നത്. ഞാൻ പക്ഷെ ചിരിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ റിസപ്ഷൻ ഡേയുടെ ഫുൾ ഫോട്ടോസ് ഇനി അങ്ങോട്ടാണ്. ഇതാണ് നമ്മൾ കഷ്ടപ്പെട്ടൊരുക്കിയ സ്റ്റേജ് വിഭവങ്ങൾ. ഇതൊന്നും എനിക്ക് ആ ആൽബത്തിലാണ് ഫസ്റ്റ് കാണുന്നത്. ഇതൊന്നും കാണാൻ പോലും പറ്റില്ല. നമ്മള് അന്ന് ലേറ്റ് ആയിരുന്നു. ഇവിടുന്ന് ഓടിപ്പോ വാപ്പിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും ഓടി. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരു ആൽബമായിട്ട് ഫീൽ ചെയ്യുന്നോ അതോ ഏതെങ്കിലും ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയുടെ കോട്ടിന്റെ സ്യൂട്ടിന്റെ ഇതുണ്ടല്ലേ, ആ ഒരു ടച്ച് ഉണ്ട് കേട്ടോ. സൂട്ടിന്റെ അഡ്വർടൈസ്മെന്റ്. ഞങ്ങളെ സ്കൂളിലെ സ്റ്റാഫുകൾ, ഉമ്മിയുടെ സ്കൂളിലെ ടീച്ചേഴ്സും സാറും. ഇത് നിക്കാഹിന്റെ ഫോട്ടോസ് ആണ്. നമ്മൾ എവിടെയും പുറത്തൊന്നും വിട്ടിട്ടില്ല. നിക്കാഹ് ഫോട്ടോസ് ആണ്. ഇത് എന്റെ സുഹൃത്തുക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ എന്റെ കൂടെ നിന്നത്. സ്മൈൽ. ഇതാ നമ്മളെ ഫാമിലി. ബാപ്പടുത്ത് നമ്മളെ പൊട്ടിച്ചിരിക്കുന്ന എല്ലാരും ഉണ്ടല്ലോ ഇതിനകത്ത്. എല്ലാരും നല്ല ദുമ്മിനാൻറ്റി നമ്മളെല്ലാവരും. നമ്മുടെ ഉമ്മച്ചിയുടെ ഫാമിലി, നമ്മുടെ ഫാമിലി. ഇത് നമ്മുടെ ബീവിമാസ്. ഇത് നമ്മുടെ പാലവിളയിൽ. ഇത് കസിൻ സ്ക്വാഡ്. ഇത് നമ്മളെല്ലാരും പ്രസന്റ് ആണ്. എല്ലാരും ഓൾ പ്രസന്റ് ആണ്. ഞങ്ങളില്ലാത്ത കുടുംബം, മക്കളില്ലാത്ത നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ. നമ്മുടെ ഫാമിലി. നമ്മുടെ ബീവിമാസ്.
വെഡിങ് ആൽബം ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് ഗൈസ് അൺബോക്സ് ചെയ്തത്. ബിക്കോസ് ആ റിയാക്ഷൻ നിങ്ങൾക്കൊപ്പം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാരും ഉറക്കമൊഴിച്ചിരുന്നാണ് നമ്മൾ 12:30 മണിക്കാണ് നമ്മളിപ്പോ ഇത് കണ്ടത്. കൃത്യം 12:30 1 മണിയാകാറായി. നമുക്ക് കിട്ടിയിട്ടുണ്ട്. Provide ചെയ്തിട്ടുണ്ട് അതുകൂടി നമുക്ക് ഒന്ന് unbox ചെയ്യാം. 2026 കലണ്ടറാണ് ഗൈസ് നമുക്ക് തന്നിരിക്കുന്നത്. ഓ ഫിജാതി ക്വാളിറ്റി. നമ്മുടെ നിക്കാഹിന്റെ ഫോട്ടോസ് ഒക്കെ പച്ചപ്പും ഹരിതാപയൊക്കെ ഇതിന്റെ അകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെഡിങ് ഫോട്ടോസ് ഉണ്ട് ഗൈസ്. പിന്നെ വെഡിങ്ങും നിക്കാഹും ആണ് കാലണ്ടറിൽ മെയിൻ ആയിട്ട്. 2025 ജൂലൈ തൊട്ടുള്ളത്. ഈ മാസം മുതലുള്ളതുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോഴേ തൂക്കാം. ഈ മാസം അത് കൊള്ളാം. അതൊരു നല്ലൊരു കാര്യം. Guys, ഇതിലാണ് നമ്മുടെ പെൻഡ്രൈവും ബോക്സ് നോക്ക്. കസ്റ്റമൈസ്ഡ് ബോക്സ് ആണ് ഗൈസ്. ഒരു കിട്ടില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവോന്ന് അറിയത്തില്ല. A3 സൈസ്. ഇപ്പൊ വേണമെങ്കിൽ എന്റെ കൈ വെക്കുവാണെങ്കിൽ എന്റെ കൈ ഇത്രയേ ഉള്ളൂ. ഇത്രയും വലിയൊരു ഫോട്ടോ ഫ്രെയിം ആണ്. എനിക്ക് തോന്നുന്നു ആർക്കും ഇത്രയും വലിയ ഫോട്ടോ ഫ്രെയിം ഒന്നും പ്രൊവൈഡ് ചെയ്യത്തില്ല. A4 സൈസ് ഒക്കെ ആയിരിക്കും. അപ്പൊ നമുക്കൊരു വലിയ 2 ഫോട്ടോ ഫ്രെയിംസ് ആണ് നമുക്ക് നല്ല കിടിലൻ പ്രിന്റ് കേട്ടാ. ഇനി നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഭിത്തിയിൽ തൂക്കാം. നമ്മുടെ ലിവിംഗ് റൂമിലൊക്കെ തൂക്കാൻ പറ്റിയൊരു കിടിലൻ ഗുട്ടൻ സ്കോറിംഗ്. ഒരുപടിയാണ് രാത്രി ഒരുപടിയാവാറായി ഗൈസ്. ഞങ്ങൾ അൺബോക്സിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി വെഡിങ് വീഡിയോ ഉണ്ട്, ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ട് കണ്ടോളാം ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് അടിക്കാം അതിലത്തെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു. അപ്പം നല്ല ഉറക്കത്തിന്റെ ക്ഷീണത്തോടെ നമ്മൾ ഇവിടെ നിനക്കത് ഉറക്കമില്ലേടാ. അപ്പൊ നമ്മൾ ഇതോടുകൂടി ഈ അൺബോക്സിംഗ് പരിപാടി, ഇന്നത്തെ അൺബോക്സിംഗ് നമ്മൾ നിർത്തുവാണ്. അത് അടുത്ത വീഡിയോയിലേക്ക്